കണിമംഗലം കുടുംബത്തിനും വരുണിന്റെ ജീവിതത്തിനും അങ്ങനെ നിർണായകരമായ ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പൂജയാണ് ഈ നടക്കുന്നത്. ഈ പൂജയിൽ വരുണിന്റെ ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതും വരുൺ താലികെട്ടിയ ആളാണ്. താലി കഴുത്തിലണിഞ്ഞ പെണ്ണ് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന വ്രതാനുഷ്ഠാനങ്ങൾ, അതാണ് ഭർത്താവിൻ്റെ മാനത്തിനും ജീവനും എല്ലാം സംരക്ഷണമായി നിൽക്കുക. അത് മറക്കരുത്. വ്രതാനുഷ്ഠാനങ്ങളുടെ കാഠിന്യം കൂടുന്തോറും ഐശ്വര്യവും അഭിവൃദ്ധിയും കൂടിയിരിക്കുമെന്ന കണക്കാക്കുക. അർപ്പിക്കാനുള്ള പൂക്കൾ കൊടുക്കുക. എല്ലാവരും പൂക്കൾ അർപ്പിച്ചോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളുക. ചെറിയച്ച, പൂജാവിധികളൊക്കെ നന്നായി നടന്നാ പിന്നെ വരുണിന് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പൂജാവിധികളൊക്കെ നന്നായി നടക്കണമെന്ന് ആര് പറഞ്ഞു? മുടക്കം വരുത്താൻ ഇഷ്ടം പോലെ മുഹൂർത്തങ്ങൾ ഉണ്ടാവും. അത് ഭംഗിയായി വിനിയോഗിക്കുക എന്നുള്ളതാ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി. അല്ല, ഈ ദേവനാരായണൻ തിരുമേനി കുടുംബവും പൂജ കഴിയുന്നവരെ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അറിയില്ല. തൽക്കാലം പ്രകടമായൊരു എതിർപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അവർ നിൽക്കുകയോ പോവുകയോ അത് അവരുടെ ഇഷ്ടം. മടങ്ങാതെ നിവൃത്തിയില്ല. പൂജ അവസാനിക്കുമ്പോ ഞങ്ങൾ വീണ്ടും വരാം. ഇത് വരുണിന് വേണ്ടി നടത്തുന്ന പൂജയാണ്. വരുണിന് ഏറ്റവും വേണ്ടപ്പെട്ടവര് ഈ പൂജയിൽ ഉടനീളം ഉണ്ടാവണം.
പ്രിയങ്ക ഇവിടെ ഉണ്ടല്ലോ, കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അവളല്ലേ. ദേവനാരായണനാണെങ്കിൽ 2 നേരവും ക്ഷേത്രത്തിൽ പോയേ പറ്റൂ. ഞങ്ങൾക്ക് കുടുംബകാര്യങ്ങളും ഉണ്ട്. പിന്നെ രാധികയ്ക്കാണെങ്കിൽ മ്യൂസിക് സ്കൂളിൽ ജോലിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. തിരുമേനിക്ക് ക്ഷേത്രപൂജയ്ക്ക് പോകാനുള്ള വാഹനമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായേ പറ്റൂ. മനസ്സുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. അധികം ദൂരെയൊന്നും അല്ലല്ലോ. ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാ പോരെ. 1 or 2 ദിവസം ഇവിടെ തങ്ങിയതുകൊണ്ട് എന്ത് സംഭവിക്കാനാ യശോദേ? വരുണിന്റെ മുഖമൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോ എത്ര സന്തോഷത്തിലാ അവൻ. കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം, അല്ലേ തിരുമേനി? നിർബന്ധിക്കണ്ട മുത്തശ്ശി, അച്ഛനും അമ്മയും ചേച്ചിയും പോയിക്കോട്ടെ. എങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ തർക്കത്തിനൊന്നുമില്ല. പൂജ അവസാനിച്ച ശേഷമേ ഞങ്ങൾ മടങ്ങുള്ളൂ, അല്ലേ അമ്മേ? അത് അങ്ങനെ മതി, അങ്ങനെ മതി. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. മോളെ പ്രിയങ്കേ, അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ തങ്ങാനുള്ള ഇടം കാണിച്ചു കൊടുക്ക്. ശരി. അല്ല, ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഇല്ലേ? ഞങ്ങളെല്ലാരും കൂടി അവിടെ തങ്ങിക്കോളാം. അതിന്റെ ആവശ്യം എന്താ തിരുമേനി? അല്ല, ഇതിന് എതിർപ്പൊന്നും പറയരുത്. ആ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആ, ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. വരുൺ താലി കെട്ടിയ പെണ്ണ് ഒരിക്കലെടുക്കണം. 1 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ബാക്കിയുള്ള സമയം മുഴുവൻ മന്ത്രജപങ്ങളോടെ വ്രതം അനുഷ്ഠിക്കണം. മൂന്നാം നാൾ രാത്രി പൂജയ്ക്ക് ശേഷം നമ്മുടെ കുടുംബക്ഷേത്രത്തില് രാത്രി ഒറ്റയ്ക്ക് നിരാഹാരം ഇരിക്കണം. ഒരു പോള കണ്ണടയ്ക്കാൻ പാടില്ല. അനന്തശായിയായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ബ്രാഹ്മ മുഹൂർത്തം വരെ അവിടെ കഴിയണം. വെളുപ്പിനെ ക്ഷേത്രത്തിലെ പ്രസാദം കൊണ്ടുവന്ന് വീട്ടുപടിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മം പൂർത്തിയാവും. അടിയുറച്ച ഭക്തി, എന്തും നേരിടാനുള്ള ധൈര്യം, ഒരു നിമിഷം പോലും മാറാതെയുള്ള പ്രാർത്ഥന, അതാണ് പ്രധാനം. പക്ഷേ ഇതെല്ലാം കൂടി ഞാനെങ്ങനെ ചെയ്യും? ശരിയാ മുത്തശ്ശി. പണ്ട് കാലത്ത് ആരോ വലിയ വലിയ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് വെച്ച് ആ ക്ഷേത്രത്തില് ഒറ്റയ്ക്കൊരു രാത്രി ഇരിക്കാന്നൊക്കെ പറഞ്ഞ പ്രിയങ്കയെ കൊണ്ടത് പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തത്? പരമേശ്വരൻ സുഖമില്ലാതെ ഐസിയുയിൽ കിടക്കുമ്പോ അതിന്റെ പുറത്ത് ഒരു പോള കണ്ണടയ്ക്കാതെ പത്മിനി കാവലിരുന്നില്ലേ? അപ്പ പത്മിനിയുടെ മനസ്സില് പ്രാർത്ഥനയല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെയാ ഇതും. പ്രിയങ്ക, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം നീ ഏറ്റെടുത്താ മതി. അല്ലെങ്കിൽ ആറ്റൂർ നമ്പൂതിരിയോട് പറഞ്ഞാ വേറെ ഏതെങ്കിലും മാർഗം അദ്ദേഹം നിർദ്ദേശിക്കും. അയ്യോ, ഇത് പാടില്ല. അല്ല, ഇതത്ര കഠിനമായ വ്രതമൊന്നും അല്ലല്ലോ, ചെയ്യാവുന്നല്ലേ ഉള്ളൂ. മോളെ പ്രിയങ്കേ, ഇത് നീ ധൈര്യമായിട്ട് ഏറ്റെടുത്തോ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെ കൂടെ. ആ മോളെ, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാ മതി. ഭർത്താവ് കഴുത്തിൽ അണിയിച്ചിരിക്കുന്ന താലി എന്ന് പറയുന്നത് എല്ലാ ഭയങ്ങളിൽ നിന്നും ഒരു പെണ്ണിനെ കരകയറ്റുന്നതാ. ദൈവങ്ങളെ മനസ്സിൽ വിചാരിക്ക, ഒപ്പം താലി കെട്ടിയ ഭർത്താവിനെയും. കഴുത്തിലെ താലിയിലേക്ക് നോക്കുന്ന ഓരോ നിമിഷവും
ഭർത്താവിന്റെ ഐശ്വര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ശരി, ഞാൻ ചെയ്യാം. വരുൺ, ഒന്നെൻ്റെ കൂടെ വരുമോ? അതെ, പ്രിയങ്കമോൾ അങ്ങനെ തടസ്സം പറയുന്നൊന്നും കാര്യാക്കണ്ട കേട്ടോ. കുഞ്ഞുനാള് മുതലേ അവൾ ഇതൊന്നും ശീലിച്ചിട്ടില്ല. പക്ഷേ എന്റെ രാധിക മോളാണെങ്കിൽ നേരെ മറിച്ചാ. അതെനിക്കറിയാൻ തിരുമേനി. രാധിക മോളുടെ പ്രാർത്ഥനയും ഇക്കാര്യത്തിൽ പ്രധാനമാ. വരുൺ, എന്താ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കേണ്ട കാര്യം എന്താ? എല്ലാ കാര്യത്തിലും എന്നെ നിഷേധിക്കാറുണ്ടല്ലോ. ഭാര്യ എന്ന പദവിക്ക് എനിക്ക് യോഗ്യതയില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പൊ എന്താ അത് പറയാത്തെ? ഉഫ്. കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് നടക്കുന്ന ഒരു പൂജയല്ലേ? എതിർക്കാൻ പറ്റില്ല അല്ലേ? എന്നിട്ട് അതൊക്കെ ഞാൻ അനുസരിക്കണം. ഞാൻ പട്ടിണി കിടക്കണം. കുടുംബക്ഷേത്രത്തിൽ ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്കിരിക്കണം. നിങ്ങൾക്ക് ആയുസ് കൂടും, ഐശ്വര്യം കൂടും. എനിക്കെന്താ നേട്ടം? എനിക്കെന്താ വേണ്ടത്? എല്ലാത്തിനും കാശിന്റെ കണക്കാണല്ലോ. ഈ ഒരു പൂജയിൽ പങ്കെടുക്കുന്നതിന് നിന്റെ കൂലി എത്രയാ? അതും ചേർത്ത് ഞാൻ തന്നോളാം. തന്നോളാം എന്ന് പറയുന്നതല്ലാതെ എന്റെ അക്കൗണ്ടിലേക്ക് പണം ഇതുവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ വ്രതം തുടങ്ങണമെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പറഞ്ഞ പണം വന്നിരിക്കണം. അല്ലെങ്കിൽ ആ പൂജാ മണ്ഡപത്തിന് മുൻപിൽ നിന്ന് സകലതും ഞാൻ വിളിച്ചു പറയും. അതിന്റെ പേരിൽ ഇവിടെ ആര് തളർന്നു വീണാലും ചത്താലും എനിക്കൊന്നുമില്ല. നിനക്കുള്ള പണം ഇന്ന് തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ദേ, ആ പണവും കൈപ്പറ്റി ഈ പൂജയും തീർത്തിട്ട് എങ്ങോട്ടാന്ന് വെച്ച് പൊക്കോണം. പോവാ. എപ്പോഴും എന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത്? ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? കസേരയിൽ തളർന്നിരിക്കുന്ന അച്ഛനെ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചാ വീണ് പെടയുന്ന അമ്മയെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശി. എനിക്കിതൊക്കെ വെറും ശല്യക്കാര് മാത്രമായതുകൊണ്ട് അതിലാരൊടുങ്ങിയാലും എനിക്ക് എന്താ? മിണ്ടരുത്. നീ വ്രതത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് പണം നിന്റെ അക്കൗണ്ടിൽ എത്തുമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. മനസ്സിലായോ? വരുൺ, ഒരു കാര്യം കൂടി. പൂജ അവസാനിക്കുന്നത് വരെ അച്ഛനും ചേച്ചിയൊക്കെ ഔട്ട് ഹൗസിലുണ്ടാവും. ചേച്ചിയോടുള്ള വരുണിന്റെ പെരുമാറ്റം That's none of your business. ഈ ദിവസക്കൂലി എണ്ണി വാങ്ങുന്നവളെ വേറെ ഒരു കാര്യത്തിനും ഇങ്ങോട്ട് അഭിപ്രായം പറയാൻ വരണ്ട. അങ്ങനെ എന്തിനെങ്കിലും ശ്രമിച്ചാൽ നീ ഒരു പെരുങ്കള്ളിയാണെന്ന് നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ തെളിയിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. വില വെച്ച് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടം വരെ മതി. എന്നെ നിയന്ത്രിക്കാനോ അനുസരിപ്പിക്കാനോ നീ ശ്രമിക്കരുത്. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പണം കിട്ടിയ പിന്നെ എനിക്കെന്താ? ആ പ്രിയങ്ക, എത്ര നാളായി താൻ വിളിച്ചിട്ട്? ഞാൻ പറഞ്ഞിരുന്നില്ല ശരത്തെ, കാര്യങ്ങളെല്ലാം ശരിയായതിനു ശേഷം മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. ഇപ്പൊ എല്ലാം ശരിയായോ? എന്റെ അക്കൗണ്ടില് ഇന്ന് പണം എത്തും. റിയലി? എത്തും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ പണിമംഗലം കുടുംബം ഉണ്ടാവില്ല.
ശരത്തൊരു കാര്യം ചെയ്യും. നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കും. വൈകുന്നേരത്തിനുള്ളിൽ പണത്തിന്റെ കൺഫർമേഷൻ ഞാൻ തരാം. പണത്തിന്റെ പ്രശ്നമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം സെറ്റാ. ഓക്കെ പ്രിയങ്ക, ഞാൻ എല്ലാം ഒന്ന് ഉറപ്പിക്കാം. വൈകുന്നേരത്തിനുള്ളിൽ താൻ വിളിക്കുമല്ലോ അല്ലേ? ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വരണോ? അല്ല, ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. ഇവിടെ എന്തോ ഐശ്വര്യ പൂജ എന്തോ നടക്കുന്നുണ്ട്. അതിന്റെ എന്തോ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കാനുണ്ട്. വാങ്ങുന്ന കാശിന്റെ കൂലി. അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാ എല്ലാ അർത്ഥത്തിലും. ശരി ശരത്തെ, പിന്നെ വിളിക്കാം. പ്രിയങ്ക അത് നടത്തിയെടുക്കുമെന്ന് എനിക്കറിയാം. ഇനിയാണ് എൻ്റെ സമയം. ഭഗവാനെ, വരണന്റെ താലി കഴുത്തിലണിഞ്ഞ ആളല്ലേ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്? അത് ഞാനല്ലേ? അപ്പോ വ്രതം എടുക്കേണ്ടതും പൂജയ്ക്കിരിക്കേണ്ടതും ഞാനല്ലേ? എനിക്ക് പകരം പ്രിയങ്ക ഇരുന്നത് കൊണ്ട് വരണ്ട ആപത്തൊഴിയുന്നില്ലല്ലോ. ഞാനാണോ ഞാൻ ചെയ്യേണ്ടത്? മതി, ഈ മറുപടി മതി. ഇനി കർമ്മങ്ങളൊക്കെ ഞാൻ അനുഷ്ഠിച്ചോളാം. വ്രതങ്ങളിൽ ഞാൻ തുടങ്ങുക. വരണൊരാപത്തും വരുത്തത് മോളെ, വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. എനിക്ക് വിശപ്പില്ലമ്മേ, നിങ്ങൾ കഴിച്ചോ? അതെങ്ങനെയാ അത്താഴപ്പട്ടിണി കിടക്കുന്നേ? വാ കുട്ടി. അല്ല അമ്മേ, എനിക്ക് വേണ്ടഞ്ഞിട്ടാ. നിങ്ങൾ പോയി കഴിച്ചോ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. ഇത് കണ്ടോ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അവക്ക് വിശപ്പില്ലെന്ന്. എന്താ മോളെ, സുഖമില്ലായ്മ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ. ഞാൻ ഈ നേരം വരെ ഓടിച്ചാടി നടന്നതല്ലേ, അതിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വരാനാ? വിശപ്പ് തോന്നില്ല. ഞാൻ പിന്നെ പ്രസാദം കഴിച്ചായിരുന്നു, കരിക്കും വെള്ളം കുടിച്ചു, അതുകൊണ്ടാ. രാവിലെ മുതൽ പൂജാസാധനങ്ങൾ ഒരുക്കാനും അവരെ സഹായിക്കാനൊക്കെ ഓടി നടന്ന് ക്ഷീണിച്ചു അല്ലേ? ഭഗവാന്റെ കാര്യത്തിന് എനിക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നാറുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അച്ഛൻ ചെന്ന് ഭക്ഷണം കഴിച്ചോളൂ. വയറ് നിറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത്. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് അച്ഛൻ തലപുണ്ണാക്കണ്ട. ചെല്ലേ. എങ്കിൽ വരൂ ദേവേട്ട.
രാധികയ്ക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. ഓ അതുകൊണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്കും വേണ്ടായിരിക്കും. നമുക്ക് കഴിക്കാമേ. താമസം ഈ ഔട്ട് ഹൗസിലോട്ടായത് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഇവള് ഭക്ഷണം കഴിക്കാത്ത കാര്യം ചോദിച്ച ആൾക്കാർ ക്യൂ നിന്നേനെ. സ്നേഹം കാണിച്ച ആൾക്കാരെ മയക്കിയെടുക്കാൻ പ്രത്യേക സിദ്ധി തന്നെ ഉണ്ട് അവൾക്ക്. എല്ലാവരും സ്നേഹിക്കുന്നത് അത് നല്ല കാര്യമല്ലേ അമ്മേ? അതിനെന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അവളെ ആരും ഇഷ്ടപ്പെടും. അതിനിങ്ങനെ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ഭക്ഷണം എടുക്കേ സുധേ. ഒരിക്കലെടുക്കണമെന്ന് പറഞ്ഞാല് ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാനിത് ചെയ്ത് പൂർത്തിയാക്കും. കാരണം ഇത് വരുണ്ട ഭാവിക്ക് വേണ്ടിയാ. കൃഷ്ണ, വരുണൊന്നും വരുത്താതെ കാത്തോളൂ.